ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. മിച്ചൽ മാർഷിന്റെ സെഞ്ചുറി മികവിൽ പോയിന്റ് ടേബിളിലെ ഒന്നാം സ്ഥാനക്കാരായ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി ലക്നൗ സൂപ്പർ ജയൻസ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 33 റൺസിനാണ് ഗുജറാത്തിനെ ലക്നൗ സൂപ്പർ ജയൻസ് പരാജയപ്പെടുത്തിയത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോയിന്റ് ടേബിളിൽ നിലവിൽ ഒന്നാം സ്ഥാനത്താണ് ഗുജറാത്ത് ടൈറ്റൻസ്. എന്നാൽ ഈ ഒരു പരാജയത്തോടെ ആ ഒരു ടോപ്പ് 2 റേസ് എന്ന് പറയുന്നത് വൈഡ് ഓപ്പൺ ആയി എന്ന് പറയേണ്ടി വരും. അതായത് 16 പോയിന്റുമായിട്ട് നിലവിൽ പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈ ഇന്ത്യൻസിനും ആ ഒരു ടോപ്പ് 2 സ്പോട്ടിൽ എത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത അല്ലെങ്കിൽ ഈ ഒരു ടോപ്പ് 2 ഫിനിഷ് എന്ന് പറയുന്നത് തങ്ങളുടെ കയ്യിലാണ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നത് RCBക്കും പഞ്ചാബ് കിങ്സിനുമാണ്. അവർക്ക് രണ്ടുപേർക്കും 2 മത്സരങ്ങൾ വീതമാണുള്ളത്. അത് രണ്ടും ജയിച്ചു കഴിഞ്ഞാൽ ഇരുവരും 21 പോയിന്റുകളിലെത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ 2 ടീമുകളും ടോപ്പ് 2 സ്പോട്ടിൽ വന്നിട്ട് ക്വാളിഫയർ 1 കളിക്കും. എന്നാൽ ഇവർ മത്സരങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ബാക്കി 2 ടീമുകൾക്ക് സാധ്യതയുണ്ട്. അതിൽ തന്നെ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസുമായിട്ട് ഒരു കളി കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മത്സരത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ് 2 റേസിൽ നിർണായകമായിരിക്കും. ഇനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടി GT ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഇന്നലത്തെ പിച്ചിനെ പറ്റി പറയുമ്പോൾ നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു. അതായത് നല്ലതെന്ന് പറഞ്ഞാലും പോരെ ഒരു ബാറ്റിംഗ് ബ്യൂട്ടി, ഒരു ഫ്ലാറ്റ് ഡെക്ക് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയും ഒരു ഹൈ സ്കോറിംഗ് മാച്ചാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ 2 ടീം കൂടി ഏകദേശം 437 റൺസ് ആണ് ഇന്നലെ സ്കോർ ചെയ്തത്. അതിൽ തന്നെ ആ ഒരു LSG പോസ്റ്റ് ചെയ്ത ഒരു ഹൈ ടാർഗറ്റ് ഒരു ഘട്ടത്തിൽ ഇവർ ചേസ് ചെയ്യുമെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു. അത്ര ആ ഒരു രീതിയിൽ ബാറ്റിങ്ങിനെ തുടച്ച പിച്ചായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ LSGയുടെ ബാറ്റിങ്ങിന്റെ തുടക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ പ്ലേയിൽ എന്നാൽ ആ ഒരു ലെവലിൽ സിമ്പിൾ ആയിരുന്നില്ല കാര്യങ്ങൾ. ഇപ്പോൾ പവർ പ്ലേ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ LSG എടുത്തത് 53 റൺസാണ്. ആ സമയം വിക്കറ്റ് ഒന്നും പോയില്ല എങ്കിൽ കൂടി ആ ഒരു പവർ പ്ലേ ഫേസിലുണ്ടല്ലോ ഒരു 2 ഓവറുകളിൽ നല്ല സ്കോറിംഗ് വന്നതുകൊണ്ട് മാത്രമാണ് അവർ 53-ലെങ്കിലും എത്തിയത്. ആ ഒരു ഫേസിൽ അവരുടെ റൺ റേറ്റ് 8.84 ആണ്. അപ്പം മത്സരത്തിൽ അവരുടെ റൺ റേറ്റ് എന്ന് പറയുന്നത് 11.5-ന് മുകളിലാണെങ്കിൽ ആ ഒരു പവർ പ്ലേയിൽ അത്രയും ഒരു റേറ്റിൽ സ്കോർ ചെയ്യാൻ ഇവർക്കായില്ല. അത് മാത്രമല്ല GT പേസേഴ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ ബോഡിയിൽ, അതായത് LSG ബാറ്റേഴ്സിന്റെ മാർക്കറത്തിന്റെയും മാഷിന്റെയും ബോഡിയിൽ ഹിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഗുഡ് ലെങ്തിൽ വന്ന പന്തൊക്കെ പലവട്ടം ഇങ്ങനെ ഒരു ക്രോസ് ബാരറ്റ് ഷോട്ട്സ് കളിക്കാനായിട്ട് ശ്രമിച്ചിട്ട് അവരുടെ ബോഡിയിൽ ഹിറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു ആ ഒരു പവർ പ്ലേ എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു സ്കോറിംഗ് അത്രയും മോശമാവാതിരിക്കാനുള്ള കാരണം ഇപ്പോൾ നമ്മുടെ അർഷദ് ഖാന്റെയും കഗിസോ റബാദയുടെയും ഓവറുകളിൽ അടിപോയത് കൊണ്ടാണ്. ആ ഒരു പീരീഡിൽ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടുത്താതിരുന്നത് എന്തായാലും LSGക്ക് അനുകൂലമായെന്ന് വേണം പറയാൻ. ഇപ്പോൾ അർഷദ് ഖാന്റെ ആ ഒരു ഓവറിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണയാണ് അർഷദ് സ്ലിപ്പായത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് ആ ഓവറിലാണ് അടി വീണത്. അത് കഴിഞ്ഞ് റബാദ വന്നപ്പോൾ റബാദയുടെ കാര്യം അറിയാം, കഴിഞ്ഞ മത്സരത്തിലും നന്നായിട്ട് അടി കൊണ്ടതാണ്. ഈ മത്സരത്തിലും റബാദയെ അറ്റാക്ക് ചെയ്യാനായിട്ട് മാർക്കത്തിനായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കുമാണ് ഈ ഒരു 53 റൺസ് എന്ന സ്കോറിലെത്തിയത്. എന്നാൽ മിഡിൽ ഓവേഴ്സിലേക്ക് വരുമ്പോൾ ഇവർ നന്നായിട്ട് സ്കോർ ചെയ്തു, ഹെവി ആയിട്ട് സ്കോർ ചെയ്തു എന്ന് വേണം പറയാൻ. അതായത് ആ ഒരു 9 ഓവറിൽ അവർ 107 റൺസാണ് എടുത്തത്. 11.89 ആണ് അവരുടെ ആ ഒരു ടൈമിലെ റൺ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫേസിൽ അവർക്ക് ഒരു വിക്കറ്റാണ് നഷ്ടമായത്, മാർക്രത്തിന്റെ വിക്കറ്റ്. മാർക്രം എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 പന്തിൽ 36 റൺസാണ് നമ്മുടെ ഈഡൻ മാർക്രം എടുക്കുന്നത്. അപ്പോൾ ഇവരുടെ വിക്കറ്റ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 91 റൺസ്. ആ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ 91 റൺസാണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിക്കോളാസ് പുറാൻ തന്നെ വന്നു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് പന്ത് 1 ഡൗൺ ഇറങ്ങി, പക്ഷേ ഫെയിലായി. പിന്നീട് നമ്പർ 4-ലാണ് നിക്കോളാസ് പുറാൻ വരുന്നത്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ നിക്കോളാസ് പുറാൻ തന്നെ 1 ഡൗൺ വന്നു. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ ടൂർണമെന്റ് തുടക്കത്തിൽ കണ്ടൊരു ഫോമിൽ ഇവര് മാർഷാലും നിക്കോളാസ് പുറാനാലും കളിക്കുകയും ചെയ്തു. വന്നിട്ട് ആദ്യ പന്തിൽ തന്നെ 6 അടിച്ചുകൊണ്ടാണ് നിക്കോളാസ് പുറാൻ തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ടൊരു ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെയായിരുന്നു. അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് മിച്ചൽ മാർഷിന്റെ ഒരു ഇന്നിങ്സ് ആയിരുന്നു. പിന്നെ ഈ ഒരു മിഡിൽ ഫേസിൽ എടുത്തു പറയേണ്ടത് റഷീദ് ഖാന്റെ സ്ട്രഗിൾ ആണ്. അപ്പോൾ റഷീദ് ബോൾ ചെയ്യുന്നത് 12ാമത്തെ ഓവറിലാണ്. ആ ഓവറിൽ 25 റൺസാണ് റഷീദ് ഖാൻ വഴങ്ങിയത്. അപ്പോൾ മിച്ചൽ മാർഷ് നന്നായിട്ട് ആ ഓവറിൽ റഷീദ് ഖാൻ അറ്റാക്ക് ചെയ്തു. അത് മാത്രമല്ല, റഷീദ് ഖാന്റെ ഒരു പ്രൈം ആ ഒരു ലെങ്ത് ഒന്നും നമ്മൾ കണ്ടില്ല. ഇപ്പൊ ചില ബോൾസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷോർട്ട് ലെങ്തിൽ അടിക്കാൻ ഇട്ട് കൊടുക്കുന്ന പോലെയാണ് റഷീദ് പന്ത് എറിഞ്ഞത്. അപ്പോൾ ഒട്ടും മൃതത്തിലായിരുന്നില്ല. അത് മിച്ചൽ മാർഷ് നന്നായിട്ട് മുതലാക്കുകയും ചെയ്തു. അപ്പം ഒരു കുറച്ചൊന്ന് ബാക്ക് ഫുട്ടിൽ മാറിയിട്ട് ആ ഒരു ടൈം ഉണ്ട്, ആ ഒരു പുള്ളി ചെയ്ത് കളയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അനായാസമാണ് നമ്മുടെ റഷീദ് ഖാനെതിരെ മിച്ചൽ മാർഷ് സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ പിന്നെ അടുത്ത ഓവർ വന്നപ്പോഴും ആദ്യ പന്ത് 6 തന്നെ പോയി. നിക്കോളാസ് പുറാൻ ഒരു 6 കൂടെ അടിച്ചു. പിന്നീട് രണ്ടാമത്തെ ഓവർ ആദ്യത്തെ ഓവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ റഷീദ് ഖാൻ എറിഞ്ഞ് മാറിയെങ്കിലും ആ ഒരു 12ാമത്തെ ഓവർ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പം ആ ഒരു റൺ റേറ്റ് 11 കടത്താൻ, ഈ ഒരു ഫേസിലെ റൺ റേറ്റ് 11 കടത്തുന്നതിൽ ആ ഒരു 12ാമത്തെ ഓവർ വളരെയേറെ നിർണായകമായെന്ന് വേണം പറയാൻ. പിന്നീട് ഡെത്ത് ഓവേഴ്സിലേക്ക് വരുമ്പോഴും അവർ സ്ലോ ഡൗൺ ചെയ്തില്ല. അപ്പോൾ 75 റൺസ്, അതായത് 15 എന്ന റൺ റേറ്റിലാണ് അവർ ഡെത്ത് ഓവേഴ്സിൽ സ്കോർ ചെയ്തത്. അപ്പോൾ നിക്കോളാസ് പുറാനും തൻ്റെ ഒരു ബെസ്റ്റിലേക്ക് വന്നതോടുകൂടി ഇവർ അനായാസം ആ ഒരു സ്കോറിംഗ് മുന്നോട്ട് കൊണ്ടുപോയി. ഇവൻ പറയുകയാണെങ്കിൽ മിച്ചൽ മാർഷിന്റെ ഒരു എക്സലന്റ് ഇന്നിങ്സ് ആയിരുന്നു. 64 പന്തിൽ
10 ഫോറും 8 സിക്സും അടക്കം 117. മാർഷ് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ചും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ GTA ഈ മത്സരം അവർ ആ ബാറ്റിംഗ് കൊണ്ടാണ് തോൽപ്പിച്ചത്. ഇപ്പം അത് മാത്രമല്ല, GTA ഈ സീസണിൽ തുടർച്ചയായ രണ്ടാം തവണയാണ് LSG തോൽപ്പിക്കുന്നത്. ഇതിന്റെ റിവേഴ്സ് ഫിക്സ്ചറിലും LSG തന്നെയാണ് വിജയിച്ചത്. എന്നാൽ ഈ മത്സരത്തിൽ കുറച്ചുകൂടി തങ്ങളുടെ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് കാണിക്കാനായിട്ട് LSGക്കായി. ഇനി നിക്കോളാസ് പുറാന്റെ ഇന്നിംഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 27 പന്തിൽ 4 ഫോറും 5 സിക്സും അടക്കം 56. പിന്നീട് ഋഷഭ് പന്ത് ഇന്ന് വന്നിട്ട് ഇതേവരെ ഈ സീസണിൽ കളിച്ചത് വെച്ച് നോക്കിയാൽ അല്പം ബെറ്റർ ആയിട്ട് കളിച്ചു. ഓഫ് കോഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ട് ഒരു 50 ഉണ്ടെങ്കിലും അതൊരു സ്ട്രഗ്ലിംഗ് 50 ആയിരുന്നു. ആ ഒരു പന്തിന്റെ സ്റ്റൈലിൽ ഒരു സിക്സർ ഞാൻ കണ്ടത് ഇന്നലെയാണ്. അപ്പോൾ ഇന്നലെ 6 പന്തിൽ 16 റൺസ്, 2 സിക്സറുകൾ അടിക്കാൻ പന്തിനായി. ഇതേവരെ നടന്ന 12 മത്സരങ്ങളും വെച്ച് നോക്കിയാൽ പന്ത് അല്പം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഇന്നലെയാണ്. അപ്പോൾ അവർ 235 എന്നൊരു ടോട്ടൽ പോസ്റ്റ് ചെയ്തു. നമുക്കറിയാലോ, ഇപ്പം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ 236 എന്നൊരു സ്കോർ വരുമ്പോൾ ഏകദേശം 11.8 എന്നൊരു റിക്വയർഡ് റേറ്റ് വരും. ഈ ഒരു ആസ്കിംഗ് റേറ്റിൽ ബാറ്റ് ചെയ്യുമ്പോൾ ബാറ്റേഴ്സ് എപ്പോഴും പ്രഷറിലായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ആ ഒരു 12 റേറ്റിൽ ബാറ്റ് ചെയ്തുകൊണ്ട് പോയാലും 1-2 ക്വയറ്റ് ഓവേഴ്സ് വരുമ്പോഴേക്കും കാര്യങ്ങൾ കഷ്ടമാവും. അത് തന്നെയാണ് ഈ ഒരു ഹൈ സ്കോർ ചേസിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബാറ്റിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവരുടെ ബോളിംഗ് ഒന്ന് നോക്കാം. ഓഫ് കോഴ്സ് 235 എതിരാളികൾ സ്കോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോളേഴ്സിന് ഒരു ടഫ് ഡേ തന്നെയായിരുന്നു. ഇതിൽ മുഹമ്മദ് സിറാജ് പവർ പ്ലേയിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ട് എറിഞ്ഞു. 4 ഓവറിൽ 37 റൺസാണ് ടോട്ടൽ വിട്ടുകൊടുത്തത്. ഇപ്പോൾ വിക്കറ്റ് എടുത്തത് അർഷദ് ഖാൻ 3 ഓവറിൽ 36 റൺസ് കൊടുത്ത ഒരു വിക്കറ്റ്. അതുപോലെ തന്നെ സായി കിഷോർ 3 ഓവറിൽ 34 റൺസ് വഴങ്ങിയ ഒരു വിക്കറ്റ്. പിന്നീട് റബാഡ് എക്സ്പെൻസീവായി 4 ഓവറിൽ 45 റൺസ് വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡറായ പ്രസിദ്ധ് കൃഷ്ണ എക്സ്പെൻസീവായി 4 ഓവറിൽ 44 റൺസ് വിട്ടുകൊടുത്തു. റഷീദ് ഖാൻ 2 ഓവറിൽ 36 റൺസാണ് വിട്ടുകൊടുത്തത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി GTയുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കം സായി സുദർശൻ നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. ആ ഒരു അറിയാലോ, നല്ല ടച്ചിലാണ്. ഇപ്പോൾ സുദർശൻ ആയാലും ഗില്ലായാലും ബട്ട്ലർ ആയാലും നല്ല ടച്ചിൽ തന്നെയാണ്. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് തുടങ്ങിയതെങ്കിലും സായി സുദർശന്റെ ഒരു സോഫ്റ്റ് ഡിസ്മിസലാണ് വന്നത്. വില്യം ഓറോർക്കിന്റെ പന്തിൽ ഒരു സോഫ്റ്റ് ഡിസ്മിസലിലൂടെ നമ്മുടെ സായി സുദർശൻ പുറത്തായി. 16 പന്തിൽ 21 റൺസാണ് സായി സുദർശൻ എടുത്തത്. ആ ഒരു വിക്കറ്റാണ് GTക്ക് പവർ പ്ലേയിൽ നഷ്ടമായത്. ഇപ്പോൾ GTയുടെ പവർ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 67 റൺസ്, LSG 53 റൺസ് എടുത്ത സ്ഥാനത്ത് ഒരു 14 റൺസ് എക്സ്ട്രാ എടുക്കാൻ GTക്കായി. പിന്നീട് മിഡിൽ ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടാണ് കളിച്ചത്. 98 റൺസ് അവർ ആ മിഡിൽ ഓവേഴ്സിൽ സ്കോർ ചെയ്തു. 2 വിക്കറ്റ് പോയി. ഇപ്പം സായി സുദർശന്റെ വിക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ബട്ട്ലർ ക്രീസിലേക്ക് എത്തിയപ്പോൾ നല്ല അറ്റാക്കിംഗ് രീതിയിൽ തന്നെയാണ് ബട്ട്ലർ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ഈ സീസണിൽ 2ാം തവണ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം ഇന്നലെ നടന്നു. അതായത് നമ്മുടെ GTയുടെ ടോപ്പ് 3യിൽ ഒരാൾ പോലും 50 കണ്ടെത്തിയില്ല. അതായത് ഇപ്പോൾ ബാക്കിയുള്ള മത്സരങ്ങളിൽ, അതായത് ഒരു മത്സരത്തിലൊഴികെ ബാക്കിയുള്ള മത്സരങ്ങളിലെല്ലാം ഇവരിൽ ആരെങ്കിലും ഒരാൾ 50 അടിച്ചിരുന്നു. എന്നാൽ ഇന്നലെ അത് വീണ്ടും സംഭവിച്ചു. അതോടെ നമ്മുടെ ഈ ഒരു മിഡിൽ ഓർഡർ എക്സ്പോസ്ഡ് ആയി. അപ്പോൾ നമ്മളെല്ലാവരും പല വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്, ഇവരുടെ ടോപ്പ് 3 വീഴ്ത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ജയിക്കാൻ പറ്റും. മിഡിൽ ഓർഡർ അത്ര കാര്യമായിട്ട് കളിക്കാൻ സാധ്യതയില്ല. അത് മാത്രമല്ല അത്ര എക്സ്പീരിയൻസ് അല്ലേ. ഈ ടോപ്പ് 3 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഒരു ഡെപ്ത് ഉള്ള മിഡിൽ ഓർഡർ അല്ല ഇവരുടേത്. എന്നാൽ ഇവർ ഇന്നലെ നല്ലൊരു ഫൈറ്റാണ് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ ആ ഒരു മിഡിൽ ഫേസിലെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഷെർഫൈൻ റുദർഫോർഡ് 22 പന്തിൽ 38, അതുപോലെ തന്നെ ഷാരൂഖ് ഖാൻ 29 പന്തിൽ 57. അതായത് 22 ബോളിലാണ് ഷാരൂഖ് ഖാൻ 50 കഴിച്ചത്. അപ്പോൾ ആ ഒരു മിഡിൽ ഫേസിലും LSGയുടെ ബോളേഴ്സിന് ഒരു പരിധിവരെയെങ്കിലും വെള്ളം കുടിപ്പിക്കാൻ നമ്മുടെ GTയുടെ ബാറ്റേഴ്സിനായി. അത് കഴിഞ്ഞിട്ട് പിന്നെ തെവാറ്റിയൊക്കെയായാലും ഋഷഭ് ഖാൻ ആയാലും ഒന്നും ബാറ്റിംഗിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും റുദർഫോർഡും ഷാരൂഖ് ഖാനും നല്ലൊരു പാർട്ണർഷിപ്പ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ആ ഒരു മിഡിൽ ഫേസിൽ ഇവർ കളി കൊണ്ടുപോകുന്നു, അതായത് കളി അവരുടെ വരുതിയിലാക്കുമെന്ന് തോന്നിച്ചു. അപ്പോൾ ആ ഒരു മിഡിൽ ഫേസിൽ ഓൾമോസ്റ്റ് ഓൺ പാറായിട്ടാണ് പോയത്. എന്നാൽ ഡെത്ത് ഓവർ ഫേസിലേക്ക് വന്നപ്പോഴാണ് ഇവർക്ക് പണി കിട്ടിയത്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ നമ്മൾ ഫേസസ് വെച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡിഫറൻസ് വന്നതും ഈ ഒരു ഡെത്ത് ഓവർ ഫേസിലാണ്. നമുക്കറിയാം LSG 75 റൺസ്, 15 റൺ റേറ്റിൽ 75 റൺസ് സ്കോർ ചെയ്ത സ്ഥാനത്ത് നമ്മുടെ GTക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് വെറും 37 റൺസാണ്. ഈ ഒരു ഫേസിൽ എടുത്തു പറയേണ്ടത് വില്യം ഓറോർക്കിന്റെ പെർഫോമൻസ് ആണ്. 16ാമത്തെ ഓവറിൽ ആ ഒരു ഡെത്ത് ഓവർ ഫേസ് നമ്മുടെ GT നന്നായിട്ടാണ് തുടങ്ങിയതെങ്കിലും 17ാമത്തെ ഓവറിൽ റൂർക്ക് നല്ല ബ്രില്യൻ്റ് ആയിട്ടാണ് ബോൾ ചെയ്തത്. ആ ഓവറിൽ 2 വിക്കറ്റ് കിട്ടിയതോടെ കളി തിരിഞ്ഞു. ആ ഓവറിൽ 4 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലൊരു ഹൈ സ്കോർ ചേസ് ചെയ്യുമ്പോൾ ഒരു ക്വയറ്റ് ഓവർ വന്നാൽ, അല്ലെങ്കിൽ 1-2 ക്വയറ്റ് ഓവർ വന്നു കഴിഞ്ഞാൽ തന്നെ കളി കൈവിട്ടു പോകും. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. 17ാമത്തെ ഓവറിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഓവർ എറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് GTക്ക് സ്കോർ ചെയ്യാനേ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ ഫലത്തിൽ 33 റൺസിന് LSG GTയെ പരാജയപ്പെടുത്തി. ഇനി നമുക്ക് അവരുടെ ബോളിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ LSGയുടെ ബോളിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പിക്ക് ഓഫ് ദ ബോർഡ് എന്ന് പറയുന്നത് വില്ലോറൂർക്ക് തന്നെയാണ്. 4 ഓവറിൽ 27 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ്. അതായത് ആസ്കിംഗ് റേറ്റ് ഓൾമോസ്റ്റ് 12 ഉള്ള മത്സരത്തിലാണ് ഓറൂർക്ക് ഇത്ര നന്നായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തത്. അതുപോലെ തന്നെ ആയുഷ് ബിഡോണി ലാസ്റ്റ് ഓവർ വന്നിട്ട് 2 വിക്കറ്റ് എടുത്തു. 4 റൺസ് മാത്രമായി 2 വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ ആകാശ് സിംഗ് 3.1 ഓവറിൽ 29 റൺസ് വഴങ്ങി 1 വിക്കറ്റ്. ഇടയ്ക്ക് ഇഞ്ചേർഡ് ആയിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് നല്ലൊരു സ്ലോ ബോളിൽ ബട്ട്ലറിന് വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ ആകാശ് ദീപ് എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 49.
ഇനി ആവേശ് ഖാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ഓവറിൽ 51 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. ഇവിടെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ആവേശ് ഖാൻ. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ആദ്യത്തെ സ്പെല്ലിൽ നന്നായിട്ട് അടി വാങ്ങി. ആ ഒരു യോർക്കർ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാനാവാതെ നന്നായിട്ട് ബൗണ്ടറികൾ വാങ്ങിക്കൂടിയ ആവേശ് ഖാൻ ഡെത്ത് ഓവേഴ്സ് എറിയാൻ വന്നപ്പോൾ നല്ല ബ്രില്യൻ്റ് ആയിട്ട് യോർക്കർ എക്സിക്യൂട്ട് ചെയ്തു. ആ ഒരു ഓവർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആവേശ് ഖാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതാണ് ഒരു ക്രിക്കറ്റ് ഈസ് എ ഗ്രേറ്റ് ലെവലർ എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ ഓവറിൽ അടി വാങ്ങിയ ആവേശ് പിന്നീട് വന്നിട്ട് നന്നായിട്ട് ആ ഒരു ഡെത്ത് ബോളിംഗ് ബ്രില്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ അതാണ്. പിന്നെ ഷഹബാസ് അഹമ്മദ് 4 ഓവറിൽ 41 റൺസ് കൊടുത്ത ഒരു വിക്കറ്റ്. അപ്പോൾ അതാണ് ഇവരുടെ ബോളിംഗ് കാർഡ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിച്ചൽ മാർഷ് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. ഹൈലി ഡിസർവിംഗ് ആണ്. കാരണം GT ഔട്ട് ബാറ്റ് ചെയ്യുകയാണ് ഈ മത്സരത്തിൽ നമ്മുടെ LSG ചെയ്തത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു റിസൾട്ട് വന്നതോടുകൂടി ടോപ്പ് 2 ഫിനിഷ് നല്ല വൈഡ് ഓപ്പൺ ആയി. ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ RCB ജയിച്ചു കഴിഞ്ഞാൽ RCB ഒന്നാം സ്ഥാനത്തെത്തും. ഇപ്പോൾ RCBക്കായാലും പഞ്ചാബിനായാലും ടോപ്പ് 2 ഉറപ്പിക്കാൻ 2 വിജയങ്ങൾ തന്നെ വേണം. ഇപ്പോൾ GTക്ക് മാക്സിമം അച്ചീവ് ചെയ്യാനാവുന്നത് 20 പോയിന്റ് ആണ്. എന്നാൽ RCBക്കും PBKSനും 21 പോയിന്റ് ആണ്. മുംബൈക്ക് 18 പോയിന്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി അടുത്ത മത്സരത്തിൽ നമ്മുടെ ഇവർ തോറ്റു, GT തോറ്റു, അതുപോലെ തന്നെ RCBയോ പഞ്ചാബോ അല്ല 2 മത്സരങ്ങളിലും തോറ്റു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുംബൈക്ക് ടോപ്പ് 2-ലെത്താം. മുംബൈക്കാണ് ഈ കൂടുതൽ ഏറ്റവും കുറവ് ചാൻസ് എങ്കിലും മുംബൈക്കും ടോപ്പ് 2-ലെത്താം. അതുപോലെ തന്നെ GTക്ക് അടുത്ത മത്സരം ജയിച്ചിട്ട് RCBയോ പഞ്ചാബോ ഏതെങ്കിലും ഒരു മത്സരം തോറ്റു കഴിഞ്ഞാൽ GTക്ക് ടോപ്പ് 2-ലെത്താം. ഇനി അല്ല, ഇത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും RCBയും പഞ്ചാബും അടുത്ത 2 മത്സരങ്ങളും ജയിക്കുകയാണെങ്കിൽ അവർക്കും ടോപ്പ് 2-ലെത്താം. അങ്ങനെ വരുമ്പോൾ ഒരു വൈഡ് ഓപ്പൺ ആണ്. ഈ ഒരു ടോപ്പ് 4-ൽ ആ ഒരു ടോപ്പ് 2 റേസ് എന്ന് പറയുന്നത് ഒന്നുകൂടെ വൈഡ് ഓപ്പൺ ആയി. അങ്ങനെ അതിന് ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു റിസൾട്ടിന് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.